ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ ഒരു കറപ്ഷൻ കഴിഞ്ഞിട്ട് 21,000 അല്ലെങ്കിൽ 20,800 ലെവൽ വരെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു മാർച്ച് പകുതിയോടുകൂടി ആ ഒരു കറക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട്. ഇത് രണ്ടും ഞാൻ കാണുന്നുണ്ട്. ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിഫ്റ്റി 50യുടെ PE റേഷ്യോ മോർ ദാൻ 22 ആണ്. അപ്പോൾ 22 അത്ര വലിയ കൂടുതലൊന്നുമല്ല. ചിലപ്പോൾ ഒരു 19 വരെയും കറക്റ്റ് ചെയ്യാം. PE 19 എത്തിയാൽ ഒരുവിധം പക്ക വാല്യുവേഷൻ 20 എത്തും, അല്ലെങ്കിൽ 21 ആവറേജ് വാല്യൂ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്താലും ഇനി കറക്ഷൻ ബാക്കിയുണ്ട്. ഫണ്ടമെൻ്റലി കുറേ കാര്യങ്ങൾ കറക്ഷൻ ബാക്കിയുണ്ട്. മാർച്ച് 20 ഡേറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 20 മാർക്കറ്റ് സൈക്കിൾസ് എന്ന് പറയുന്ന കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഗ്യാൻ തിയറി ഒക്കെ പഠിക്കുകയാണെങ്കിൽ ചില ഡേറ്റ്സിലായിരിക്കും ബുള്ളിഷ് ട്രേഡ് തീരുക, ബിയറിഷ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. മാർക്കറ്റിൻ്റെ റിവേഴ്സൽസ് ചില ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ മാർച്ച് 20 എന്നൊക്കെ പറയുന്നത് ഒരു സൈക്കിൾ എൻഡാണ്. മാർച്ച് 20 വരെയെങ്കിലും, ഞാൻ ഈ ഡേറ്റ് സ്പെസിഫിക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 21,000 വരെയെങ്കിലും നിഫ്റ്റി കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മൾട്ടിപ്പിൾ പോഡ്കാസ്റ്റുകളിൽ മൾട്ടിപ്പിൾ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്.